ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് എനിക്കൊരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാനുണ്ട് രാവിലെ തന്നെ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഡ്രസ്സ് എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക്, ദേ ഹാവ് ആൻ ഇൻസ്റ്റഗ്രാം പേജ്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് പെട്ടെന്ന് തന്നെ റെഡിയായി. ഇതിൻ്റെ റെഡി ആവുന്നതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. ഓൾമോസ്റ്റ് ഒരു 12:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായി പുറത്തേക്ക് വന്നപ്പം. എൻ്റെ മേക്കപ്പ് ബോക്സിൻ്റെ അവസ്ഥ ഇതായിട്ടുണ്ടായി. ആൻഡ് അതൊക്കെ ഒന്നുകൂടെ റീസെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. ആൻഡ് ദെൻ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ലൈക്ക് ഹെവി റെയിനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഒരു ½ ആൻ അവർ ട്രാവലിംഗ് അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമ്മളവിടെ എത്തി നമുക്ക് ഓൾറെഡി ഈവനിങ് ഒന്ന് പുറത്ത് പോകാനുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കസിൻസിനെയൊക്കെ കണ്ടു, മീറ്റ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. ആൻഡ് നമ്മുടെ സമ്മർ സീസണൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അത്ര ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. ഒരു ഓൾമോസ്റ്റ് ഒരു 2 o'clock or 2:30 ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് റിട്ടേൺ വന്നു. ആൻഡ് വീട്ടിൽ വന്ന് കുറച്ച് നേരമൊക്കെ നല്ല റെസ്റ്റ് എടുത്തു, കാരണം നല്ല ഹെഡേക്ക് ആയിരുന്നു. ആൻഡ് ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും റെഡി ആവുകയാണ് പുറത്തേക്ക് പോകാൻ വേണ്ടി, എറണാകുളത്തിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ആൻഡ് ഈ ഡ്രസ്സ് നിങ്ങൾക്കറിയാം, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു കുർത്തി സെറ്റാണ്. ഇത് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ്, കാരണം ഭയങ്കര കംഫർട്ടബിളാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. ആൻഡ് ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള മെബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും, കാരണം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്സിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഇറ്റ്സ് ലാസ്റ്റ് ഫോർ ലോങ് ടൈം. ആൻഡ് ദെൻ ഇതെൻ്റെ സിസ്റ്റർ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളൊരു വാച്ചാണ് കേട്ടോ. ഞാൻ അങ്ങനെ പേഴ്സണലി വാച്ച് യൂസ് ചെയ്യില്ലാത്ത ആളാണ്. എനിക്ക് ബെയർ ഹാൻഡ്സാണ് ഇഷ്ടം. എപ്പോഴും ഒന്നും അങ്ങനെ യൂസ് ചെയ്യില്ല, ലൈക്ക് റിങ്സോ കാര്യങ്ങളൊന്നും. എൻ്റെ കൂടുതൽ വീഡിയോസും കണ്ടറിയാം, എനിക്ക് അങ്ങനത്തെ ഒരുപാട് എക്സസൈസ് ചെയ്യാൻ എന്തോ ഇഷ്ടമല്ല. ബട്ട് എനിക്ക് അവൾ വാങ്ങിച്ചു തന്നിട്ട് ഉള്ളതാണത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത്. ആൻഡ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ആൻഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ പ്ലാൻസും കാര്യങ്ങളൊന്നുമില്ല. ലൈക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഫാമിലിയായിട്ട് ജസ്റ്റ് ഒരു ഔട്ടിങ്. ആൻഡ് ദെൻ എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കുക, ജസ്റ്റ് ഒന്ന് കറങ്ങുക. ഇവിടെ അങ്ങനെ പുറത്തൊന്നും പോയി ഞങ്ങളങ്ങനെ ഇരിക്കാറൊന്നുമില്ല. ബട്ട് ഇങ്ങനെ കാറിലിങ്ങനെ നമ്മൾ കറങ്ങും. അങ്ങനെ ഒരു ഡേ ഫുൾ ഞങ്ങൾ സ്പെൻഡ് ആക്കും. അതാണ് നമ്മളുടെ ഔട്ടിങ്. കാരണം ഇങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോവുക, അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമുക്ക് കൂടുതലും കാറിൽ തന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയി ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ടുപോകാനാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. ഇറങ്ങാറൊക്കെ ഉണ്ട്, ബട്ട് ഇന്ന് എന്തായാലും അങ്ങനെ ഇറങ്ങാനൊന്നും പ്ലാനില്ല. ബട്ട് ഫുഡ് കഴിക്കുന്നതാണ് മെയിനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നത്. വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു റെസ്റ്റോറൻറ്റാണ്. ആൻഡ് ദേ ഹാവ് ഗുഡ് ഷവർമ, യമ്മി ഷവർമ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഷവർമയാണ് ഓർഡർ ചെയ്തത്. ആൻഡ് ഷവർമ മാത്രമല്ല, ഷവായി ചിക്കൻ ആൻഡ് അൽഫാം ഇതൊക്കെ ഓർഡർ ചെയ്തു. ബട്ട് പേഴ്സണലി ഞാനൊരു ഷവായി ചിക്കൻ്റെ ഫാനല്ല. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഫുഡാണ്. എനിക്കെന്തോ അതിൻ്റെ മസാലാസും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എനിക്കൊരു ഷവർമ മതിയായിരുന്നു. ഞാൻ ഷവർമ കഴിച്ചു. ആൻഡ് ഓൾമോസ്റ്റ് ആ ഷവർമ കഴിച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് വയറ് ഫുള്ളായിട്ടുണ്ടായി. ആൻഡ് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു കേട്ടോ. ആൻഡ് കുറച്ച് നേരം അങ്ങനെ സ്പെൻഡാക്കി. ബട്ട് ഷവർമയിൽ ഭയങ്കര ഒരു ഓയിലി ഫീലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഓക്കെ ആയിരുന്നു. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചായ കുടിക്കൽ എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. എവിടെ പോയാലും ചായ ഉണ്ടാവണം. അതുപോലെ ഒരു മാംഗോ ഡ്രിങ്ക് കുടിച്ചു. ആ ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ലൈക്ക് അതെൻ്റെ ഉമ്മ എനിക്ക്, ഞാൻ വേറെയെങ്കിലും ഉള്ളപ്പോൾ ഉമ്മ അവിടെ വന്നപ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്നൊരു ഡ്രിങ്ക്. എനിക്കും ഉമ്മക്കും അത് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടോ. അതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ആൻഡ് ദെൻ കൊച്ചി ഒന്ന് കറങ്ങി. ആൻഡ് നമ്മൾ പുറത്തേക്കൊന്നും ലൈക്ക് സൈറ്റ് സീയിങ്ങിനോ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങിയില്ല, കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, ഞാൻ തീരെ സ്കിപ്പ് ചെയ്യാറില്ലാത്തൊരു കാര്യമാണ് സ്കിൻ കെയർ. ലൈക്ക് എത്ര വയ്യെങ്കിലും ഞാൻ സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാറേ ഇല്ല. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ടയർഡായിരുന്നു, എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു. ബട്ട് എനിക്ക് എൻ്റെ ഡേ എൻഡ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു ഡു മൈ സ്കിൻ കെയർ. അപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓൾമോസ്റ്റ് കിടന്നിട്ടൊക്കെ ഉണ്ടായി. ഉമ്മ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്
ഞാൻ മുടിയൊക്കെ ആദ്യം ഒന്ന് സെറ്റ് ചെയ്തു. ഡ്രസ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാം മാറ്റിയിട്ടുണ്ടായി, ചേഞ്ച് ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. ആൻഡ് അങ്ങനെ സെറ്റായിക്കൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സെറ്റാവില്ല ക്ലെൻസർ കാണുന്നില്ല എന്ന് മനസ്സിലായത്. കുറേ നേരം ഞാൻ എല്ലാ റൂമിൽ കൂടെ നോക്കി. ലാസ്റ്റ് സിസ്റ്റർ റൂമിൽ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഫസ്റ്റ് ഞാൻ ക്ലെൻസർ അപ്ലൈ ചെയ്തു. ആൻഡ് എനിക്കൊരു കുറച്ചുകൂടെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. ലൈക്ക് ഇപ്പോൾ ചെയ്ത് ശീലമായി കുറച്ചും കൂടെ ഒന്ന് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് ഇത് ഓക്കെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ കുറച്ചാളിങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. ദെൻ ഒരു ടോണർ അപ്ലൈ ചെയ്തു. ഇത് പ്ലമ്മിൻ്റെ ടോണറാണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ടോണറാണ്. എൻ്റെ സ്കിൻ കെയറിൽ എനിക്ക് ഒറ്റ ക്ഷമയില്ലാത്തൊരു സെഷൻ എന്ന് പറഞ്ഞാൽ സെറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്, സെറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു 1 മിനിറ്റ് ടൈമാണ്. അതായത് സെറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ അതൊന്ന് അബ്സോർബായി നന്നായിട്ടൊന്ന് അബ്സോർബ് ആവാൻ ഒരു 1 മിനിറ്റ് ടൈമെങ്കിലും മിനിമം നമ്മൾ കൊടുക്കണം. 1 or 2 മിനിറ്റ്സ് കൊടുക്കണം. ബട്ട് എനിക്കതിന് തീരെ ക്ഷമയില്ല. കുറച്ച് ക്ഷമ കുറഞ്ഞ ആളാണ് ഞാൻ ബേസിക്കലി. ആൻഡ് അപ്പോൾ എനിക്ക് ആ ടൈം ഭയങ്കര ബോറിങ്ങാണ്. മോർണിംഗ് ആയാലും ഈവനിങ് ആയാലും എനിക്കത് ഒരുപാട് ടൈം എടുക്കണ പോലെ തോന്നും. ബട്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കത് ശരിക്കും അബ്സോർബായി കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക്. അപ്പോൾ ആ ഒരു ടൈം എനിക്ക് നല്ല ബോറിങ്ങാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടിൽ മാത്രമേ ഇട്ടിരിക്കുന്നുണ്ടായി. അടുത്ത് കുറച്ചൊക്കെ നേരം സംസാരിച്ച് ഒരു ഫേഷ്യൽ മസാജൊക്കെ കൊടുത്തിട്ടിരുന്നു. ആൻഡ് ദെൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടെന്ന് പറഞ്ഞാൽ ലൈക്ക് റീസെൻ്റ്ലി ദേവിക നമ്പ്യാർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം വ്ളോഗർ ഉണ്ട്. ഷീസ് എ ഫേമസ് വ്ളോഗർ. ആൻഡ് അവരെ ഒരു റീൽ ഞാൻ കണ്ടിട്ടുണ്ടായി. ഫേഷ്യൽ എക്സസൈസ് ചെയ്യുന്നതാണ് ജോ ലൈനിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസാണ്. അപ്പോൾ അതിപ്പോൾ ഞാനൊരു 2-3 days ആയിട്ട് ഞാൻ ഇതിൽ ചെയ്തു വരുന്നുണ്ട്. എനിക്ക് വന്നിട്ട് തീരെ ജോ ലൈൻ കറക്റ്റായിട്ട് ഒരു പെർഫെക്റ്റ് ജോ ലൈൻ ഇല്ലാത്ത ഒരാളാണ്. ലൈക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. ബട്ട് എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമൊന്നുമില്ല. ബട്ട് എൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ്. ബട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ജോ ലൈൻ ഒരു പെർഫെക്റ്റ് ജോ ലൈൻ വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നല്ലൊരു റീലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ 2-3 days ആയിട്ട് ഞാൻ കുറച്ച് ഫേഷ്യൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ഫേസ് ലിഫ്റ്റിനും അതുപോലെ ജോ ലൈനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരാനും. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഷോർട്ടായിട്ട് എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാം. ബട്ട് ഇപ്പം എടുത്തില്ല. ബട്ട് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് എനിക്ക് വർക്കൗട്ട് ആവുകയാണെങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാം. ആൻഡ് ദെൻ ഇന്നത്തെ ഒരു സിമ്പിൾ വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.